തെക്കും വടക്കും 2 ലിഫ്റ്റ്, കിഴക്കും പടിഞ്ഞാറും 2 എസ്കലേറ്റർ, LED വാള്, കറങ്ങണ കസേര, എന്തൊക്കെയായിരുന്നു. അവസാനം പടവലത്തിൻ്റെ പന്തൽ മാത്രമായി. 2016 ഫെബ്രുവരിയിലാണ് ആകാശപാതയുടെ നിർമ്മാണം തുടങ്ങുന്നത്. പണി തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഭരണം മാറി. മുൻകൈയെടുത്ത സ്ഥലം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിപക്ഷത്തായി. പിന്നെ എല്ലാം ശുഭം. ആകാശപാത പടവലപ്പന്തലായി. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും വിട്ടുകൊടുക്കാൻ തിരുവഞ്ചൂരും ഒരുക്കമല്ല. ഏതറ്റം വരെയും പൊരുതിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം നിയമസഭയിലും തിരുവഞ്ചൂര് ശരിക്കൊന്ന് പൊരുതി. സാർ, ഇത്രയുമുള്ള പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ടൊരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി. ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം. എന്തായാലും ഈ പടവലപ്പന്തലിന് വേണ്ടി തിരുവഞ്ചൂർ ഇങ്ങനെ പൊരുതി വന്നപ്പോഴാണ് കൗണ്ടർ അറ്റാക്കുമായി മന്ത്രി KB ഗണേഷ് കുമാർ എത്തിയത്. എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ MLAയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പോഴാണ് ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത്. സംഗതി പൊളിച്ചു കളയണമെന്ന മന്ത്രിയുടെ വാക്കും കേട്ട് തിരുവഞ്ചൂർ നേരെ പോയത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ എൻ്റെ അമ്പാനെ. മുഖ്യമന്ത്രി ഇടപെടണം. ബഹുമാനപ്പെട്ട മന്ത്രി പോസിറ്റീവായി മറുപടി പറയും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല രൂപത്തിലുള്ള ഫിനിഷിംഗ് പോയിന്റ് ഇതിലെത്തിക്കുന്നതിന് വേണ്ടിയ ശ്രമം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തായാലും നടു റോഡിൽ ഇത്തരത്തിൽ പടവല കൃഷി കാണാൻ കഴിഞ്ഞതിൽ നാട്ടുകാർക്കും ചിലതൊക്കെ പറയാനുണ്ട്. പൊളിച്ചു കളയാൻ പറയുന്നു, ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിന് മുതലാക്കിയ ചെലവ് അതും ജനങ്ങളുടെ പൈസയാണ്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് എത്രയും വേഗം നല്ലത്. പറയുമ്പോൾ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ എന്നതേലും ഒരു മാറ്റമൊക്കെ വരണമെങ്കിൽ ഇതുപോലൊക്കെ ഓരോ പരിപാടികൾ വന്നെങ്കിലേ നടക്കുള്ളൂ. അല്ലാതെ ഇതിപ്പം പകുതി ആക്കി കഴിഞ്ഞാൽ ഇപ്പം പൊളിച്ച് മാറ്റിയെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ പാടാം. ഈ കുന്ത്രാണ്ടം പോലെ ഇരിക്കുന്ന ദ്രവിച്ചിരിക്കുന്ന എല്ലാം കൂടെ താഴോട്ട് വീണാൽ മനുഷ്യ ജീവിതം തന്നെ നശിച്ചതാണ്. അതൊന്ന് എത്രയും പെട്ടെന്ന് പൊളിച്ച് കളയണം. അവസാനമായി ഒരു കാര്യം കൂടി, ആരെങ്കിലും കൃഷിക്ക് വേണ്ടി പടവലത്തിൻ്റെ കമ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കോട്ടയത്തേക്ക് വരാം. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം സിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.